പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ UK യാത്രയിൽ ക്രമക്കേടെന്ന റിപ്പോർട്ടിലുണ്ട്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായിരുന്നു അനുമതിയെങ്കിലും ഫണ്ട് പിരിവിനായി ദുരുപയോഗം ചെയ്തെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ. SKN വി ഡി സതീശനെതിരായ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വി ഡി സതീശന്റെ UK യാത്ര ദുരൂഹം എന്നതാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. UK യാത്രയിൽ പലതരത്തിലുള്ള ക്രമക്കേടുകളുണ്ട്. സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വി ഡി സതീശന് അനുമതി നൽകിയത്. പക്ഷേ അത് ഫണ്ട് പിരിവിനായി വി ഡി സതീശൻ ഉപയോഗപ്പെടുത്തിയെന്നതാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. UK യാത്രയ്ക്ക് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിലും കൃത്യമായി ഇക്കാര്യം അറിയിച്ചിരുന്നു. അത് സ്വകാര്യ സന്ദർശനമായിരിക്കണമെന്നും ഒപ്പം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നതിനുമാണ് അനുമതി നൽകിയിരിക്കുന്നത്. പക്ഷേ ആ അനുമതിയുടെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ യാത്രാനുമതി UK-യിൽ പോയി ഫണ്ട് പിരിവിനായി വി ഡി സതീശൻ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിരിക്കാമെന്നതാണ് വിജിലൻസ് സംശയിക്കുന്നത്. ഇക്കാര്യം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. മണപ്പാട്ട് ഫൗണ്ടേഷൻ മലയാളികൾക്കായി UK-യിൽ നടത്തിയ പരിപാടിയിൽ വി ഡി സതീശൻ പങ്കെടുക്കുകയും ഓരോരുത്തരോടും 500 പൗണ്ട് വീതം സംഭാവന ആവശ്യപ്പെടുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് UK യാത്രയിൽ വലിയ ദുരൂഹതയുണ്ട് എന്നും അക്കാര്യത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നും വിജിലൻസ് റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ സമഗ്രമായ പരിശോധന അന്വേഷണം വേണം എന്നതാണ് വിജിലൻസ് ശുപാർശ ചെയ്യുന്നത്. പക്ഷേ ഈ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് തള്ളുന്നുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കം സർക്കാർ നടത്തുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി CBI അന്വേഷണത്തിന് നിർദ്ദേശം നൽകുമോ എന്നതാണ് ഇനി ഏറെ നിർണായകമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.